ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ തേർഡ് ചാപ്റ്ററാണ് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഇത് ക്ലാസ്സാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ അത് വെച്ച് കാണുക കേട്ടോ. ഓക്കെ, രണ്ടിൻ്റെയും ഇതിൻ്റെ മുന്നത്തെ പാർട്ടിൻ്റെയും ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആ ലിങ്ക് ഇടുന്നതാണ്. ദെൻ പ്രീകേഴ്സർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ്? ഭരണഘടനയുടെ മുൻഗാമി. എന്താണ് ഈ കുട്ടി പറയുന്നത്? ഡിഡിന്റ് വി ഗെറ്റ് ഫ്രീഡം ഓൺ 15th August 1947 ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 January 1950. 1947 ഓഗസ്റ്റ് 15-നല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 January 26. Then what was the India's constitution and law for 2.5 years after independence? അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും അല്ലേ? സ്വാതന്ത്ര്യം നേടി 2 വർഷത്തോളം കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അപ്പോൾ ആ ടൈമിൽ എന്തായിരുന്നു ഇന്ത്യൻ്റെ എന്താണ് ഭരണം എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. നിയമമൊക്കെ എന്തായിരുന്നു എന്നാണ് കുട്ടി ചോദിക്കുന്നത് അല്ലേ? ഡോണ്ട് യു ഹാവ് സച്ച് ഡൗട്ട്? ഇങ്ങനത്തെ ഡൗട്ട് നിങ്ങൾക്കും ഇല്ലേ? എന്താണ്? വാട്ട് വി ഫോളോ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935 അണ്ടിൽ വി ബിക്കേം എ റിപ്പബ്ലിക്. ഏതാണ്? നമ്മൾ ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ പ്രകാരമാണ് നമ്മളെന്ത് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് അല്ലേ? മെനി ഐഡിയാസ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ were taken from this act. Our constitution came into force on 26 January 1950 replacing this act. എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഏത്? ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് അല്ലേ? ആ ബുക്കിൽ നിന്നാണ് എന്ത് ഈ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലും പല ആശയങ്ങളും വ്യവസ്ഥകളൊക്കെ ഇതിന്ന് എടുത്തിട്ടുണ്ട് അല്ലേ? ഏതിന്ന്? ബ്രിട്ടീഷുകാരുണ്ടാക്കിയതെന്ന് അല്ലേ? 1950 January 26 നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. അപ്പം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ നിലവിൽ വന്നത്? 26 January 1950 അല്ലേ? അന്നാണ് എന്ത് നമ്മുടെ റിപ്പബ്ലിക് ഡേ അല്ലേ? ദെൻ ഫൈൻഡ് ഔട്ട് ദ ഫീച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബൈ ഒബ്സർവിംഗ് ദ ഫിഗർ ബിലോ. എന്താണ്? നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം കേട്ടോ. എന്തിന്റെ ഫീച്ചർ? ഈ താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഫീച്ചേഴ്സ് നമുക്ക് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബൈ ക്യാമറൽ ലെജിസ്ലേഷൻ ഇൻ 6 provinces അല്ലെ? 6 പ്രൊവിൻസുകളിലായിട്ടുള്ള ബൈ ക്യാമറൽ ലെജിസ്ലേഷൻ ഉണ്ട്. പിന്നെ 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസ് അല്ലെ? 321 വിഭാഗങ്ങളും 10 പട്ടികകളുണ്ട്. പിന്നെന്താ? ബൈ ക്യാമറൽ ലെജിസ്ട്രേഷൻ അറ്റ് ദ സെന്റർ അല്ലെ? കേന്ദ്രത്തിലാണ് എന്ത്? ബൈ ക്യാമറൽ ലെജിസ്ട്രേഷൻ. സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ ദ വീക്കർ സെക്ഷൻസ്, വിമൻ ആൻഡ് വർക്കേഴ്സ്. എന്താണ്? ഈ വീക്കർ ആയിട്ടുള്ള ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളുണ്ട്. പിന്നെന്താണ്? പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ പ്രൊവിൻസസ് അല്ലെ? സെന്ററിലും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടുവാർഡ്സ് ദ ഫ്രെയിമിംഗ് എ കോഡ് ഓഫ് ലോസ് ഫോർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് വൺ ഓഫ് ദ മെയിൻ പ്രൊപ്പോസൽസ് ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ that visited in India in 1946 to discuss the transfer of in power. The Constituent Assembly was formed with this objective. എന്താണ്? 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത. എന്താണ്? 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച് ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നത് സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത അല്ലെ? എന്ത്? മിഷൻ അല്ലെ? ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് എന്ത് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഫോം ചെയ്തത് അല്ലെ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കീ ഫീച്ചേഴ്സ്. ഇനിയോടൊപ്പം എന്താണ് ഇതിന്റെ സവിശേഷതകൾ അല്ലെ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ എന്താണ്? ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days അല്ലെ? അതിന്റെ ഫ്രെയിമിംഗ് പീരീഡ് എന്താ? 2 years 11 months 17 days ആണ് അല്ലെ? ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946. ആദ്യ സമ്മേളനം എന്നാണ്? 1946 December 9 അല്ലെ? പിന്നെ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിന്റെ ചെയർമാൻ. പിന്നെ ഇലക്ടഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണല്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ
ആരാണ്? രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ കെയിം ഇൻ ടു എഫക്ട് ഓൺ 26 ജാനുവരി 1950. ഇന്ത്യ ബിക്കം റിപ്പബ്ലിക് അല്ലെ. നിലവിൽ വന്നത് എന്നാണ്? 26 ജാനുവരി 1950 അന്നാണ് എന്ത് ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലെ. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 നവംബർ 1949. എന്താ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്ന 1949 നവംബർ 26 അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന്റെ കേട്ടോ. അപ്പൊ ഇനി അടുത്ത് എന്താണ്? ഫോർ ആൻ അൺബ്ലെമിഷ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഫോർ ആൻ അൺബ്ലെമിഷ്ഡ്, കുറ്റമറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അല്ലെ ഭരണഘടന. ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വിച്ച് വാസ് entrusted to frame our constitution had the desire that it should be the best in the world. The chief architect of our constitution, Dr. B.R. Ambedkar, made a detailed study of the constitution of about 60 countries. 60 രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അല്ലെ. ഹി ഇന്റൻഡഡ് ടു അഡോപ്റ്റ് ദ ഗുഡ് ആസ്പെക്ട് ഓഫ് അതർ കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ വൈൽ അഡോപ്റ്റിംഗ് ദ ഐഡിയാസ് ഫ്രം ഫോറിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്യൂ കൺസിഡറേഷൻ വാസ് ഗിവൺ ടു ഇന്ത്യാസ് ഡൈവേഴ്സിറ്റി, ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ ആൻഡ് കൾച്ചർ. ഇതാണ് ഡോക്ടർ B.R. അംബേദ്കർ കേട്ടോ. എന്താണ്? ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അല്ലെ. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആഗ്രഹം. അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഈ ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ആരാണ്? മുഖ്യ ശില്പി, മെയിൻ ആർക്കിടെക്ട് ആരാണ് ഇതിന്റെ? ഡോക്ടർ B.R. അംബേദ്കർ ആണ് അല്ലെ. 60 കൺട്രീസിലൊക്കെ പോയിട്ട് അവിടുത്തെ ഭരണഘടനകൾ ഇതൊക്കെ എന്തായി? ഭരണഘടനകളൊക്കെ എന്താണ്? വിദേശ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായില്ലേ. അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ ഭരണഘടന എങ്ങനെയാന്നൊക്കെ മനസ്സിലാക്കി പഠിച്ച് എന്നിട്ട് മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ എന്താക്കി നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അവിടുത്തെ നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് നല്ല ഇത് നോക്കിയിട്ട് എന്താക്കി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരെടുത്ത് അല്ലെ. ഡോക്ടർ B.R. അംബേദ്കർ എടുത്തു. അദ്ദേഹത്തിന്റെ ഉദ്ദേശം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം അല്ലെ. ഇന്ത്യയിലുള്ള വൈവിധ്യം, പിന്നെ ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് എന്ത് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, ദെൻ ഇനി എന്താ ഇവിടെ പറയുന്നത്? ഡൈവേഴ്സ് ഫീച്ചേഴ്സ്. എന്താണ്? സവിശേഷതകൾ ഒട്ടേറെ ഉണ്ട് അല്ലെ. ഇന്ത്യ ഹാസ് എ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ഇന്ത്യക്കുള്ളത് അല്ലെ. അപ്പൊ ഏറ്റവും വലിയ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യന്റെ അല്ലെ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950 ആൻഡ് 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ്. അപ്പൊ എന്താണ്? 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയുണ്ട്? 22 പാർട്സ് ഉണ്ട്, 395 ആർട്ടിക്കിൾസ് ഉണ്ട്, 8 ഷെഡ്യൂൾസ് ഉണ്ട് അല്ലെ. Then what are the main features of our constitution? എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ ഈ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ്? പാർലമെന്ററി ഡെമോക്രസി അല്ലെ. എന്താണ്? ദ ലെജിസ്ലേഷൻ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. എന്താ? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾക്ക് നിയന്ത്രിക്കുന്നു അല്ലെ. എന്താണ്? രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. പോപ്പുലർ സോവറിനിറ്റി, ജനങ്ങളുടെ പരമാധികാരം. ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദ പീപ്പിൾ. എന്താണ്? രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എന്താണ്? റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഓസ് ടു ദ നേഷൻ ആൻഡ് സൊസൈറ്റി. ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? ഡയറക്ഷൻ ഗിവൺ ടു ദ സ്റ്റേറ്റ് ടു എൻഷ്യൂർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. എന്താ ഇവിടെ പറയുന്നത്? സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് അല്ലെ. റൂൾ ഓഫ് ലോ. എന്താണ്? ഓൾ സിറ്റിസൺസ് ആർ സബ്ജക്ട് ടു ദ ലോ, നോ വൺ ഈസ് അബോവ് ദ ലോ. എന്താണ്? എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് അല്ലെ. ആരും നിയമത്തിന് അതീതരല്ല അല്ലെ. ഇത് ഭരണാധികാരി ആയിക്കോട്ടെ, എല്ലാവരും നിയമത്തിന് ഒരുപോലെയാണ് അല്ലെ. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. റൈറ്റ് ടു വോട്ട് ഗിവൺ ടു ഓൾ ഹു അറ്റൈൻ എ പർട്ടിക്കുലർ ഏജ്. എന്താ? നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും എന്താ? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളത് എത്ര വയസ്സിലാ വോട്ട്? 18 വയസ്സായ വോട്ട് ചെയ്യാം അല്ലെ. ഇനി അടുത്തത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. എന്താണ്?
The judicial system is independent of the legislature and executive. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം അല്ലേ. ഒക്കെയാണ്. പിന്നെ ഫെഡറലിസം, എ സിസ്റ്റം ഈസ് in which power is divided between the center and the states. എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം. There is only one citizenship in the country. There is no separate citizenship for states. എന്താണ്? രാജ്യത്തിന് ഒറ്റ പൗരത്വമേ ഉള്ളൂ അല്ലെ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വം ഒന്നുമില്ല. കേരളക്കാർക്ക് വേറൊരു പൗരത്വം, എന്താണ് തമിഴ്നാടിന് വേറൊരു പൗരത്വം, അങ്ങനെയൊന്നുമില്ല. ഈ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഒറ്റ പൗരത്വമേ ഉള്ളൂ, ഒരു ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. ഓക്കെ. ദെൻ ഓർഗനൈസ് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ ആൻസർ ടീച്ചർ ആ ക്വസ്റ്റ്യൻസിൽ വിട്ടിട്ടുണ്ട്, നോക്കുക കേട്ടോ. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, കാണുക. ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്മെന്റ്, ഡ്രോ ഹാപ്പി സ്മൈലി അഗെയിൻസ്റ്റ് ദ കറക്റ്റ് വൺസ് ആൻഡ് ടു ദ റോങ് വൺസ്. നിങ്ങൾ തന്നെ പറയാട്ടോ. അവർ കോഡ്സ് വർക്ക് അണ്ടർ ഗവൺമെന്റ്, ഇവിടെ നോക്കി പറഞ്ഞാൽ മതിയില്ലേ, അതൊക്കെ നിങ്ങൾ ചെയ്യാട്ടോ. ദെൻ സോഴ്സ് ഓഫ് ലോസ്. എന്താണ് സോഴ്സ് ഓഫ് ലോസ്? നിയമങ്ങളുടെ ഉറവിടം എവിടെയാണ്? അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ നേഷൻ. എനി ലോ ഫ്രെയിംഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് ഫോളോ ദ provisions of our constitution. Thus the boundaries within which government can make and enforce laws are decided by our constitution, which hold the position as the supreme system and source of law. എന്താണ്? നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ എന്താണ്? ഒരു ക്യാബിനറ്റ് ആണ് അല്ലെ, ക്യാബിനറ്റ് മിഷൻ ആണ് അല്ലെ. ഫണ്ടമെന്റൽ ലോ ഓഫ് ദ നേഷൻ, നമ്മുടെ ഭരണഘടന എന്താ? രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് അല്ലെ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ പറ്റുള്ളൂ അല്ലെ. എന്താണ്? ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് മാത്രമേ എന്തുള്ളൂ, കേന്ദ്രത്തിലാണെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്കാണെങ്കിൽ ഒക്കെ നിയമം നിർമ്മിക്കാൻ കഴിയുള്ളൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഈ ഭരണഘടനയ്ക്കുള്ളത് അല്ലെ. ഇനി ഇവിടെ നോക്കിയേ, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ വന്യജീവി സംരക്ഷണ നിയമം, നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ദേശീയ സുരക്ഷാ നിയമം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്, ബാലവേല നിരോധന നിയമം, പിന്നെന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ദുരന്ത നിവാരണ നിയമം, പിന്നെന്താ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യസുരക്ഷാ നിയമം, ലാൻഡ് റിഫോംസ് ആക്ട്, ഭൂപരിഷ്കരണ നിയമം, റൈറ്റ് ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം, പിന്നെന്താണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ബാലനീതി നിയമം, ലേബർ ലോ തൊഴിൽ നിയമം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം, പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഓൾ ദ ലോസ് മെൻഷൻഡ് അബോവ് ആർ മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും എന്താ ഭരണഘടനയ്ക്ക് അനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ് അല്ലേ. ലിസ്റ്റ് ഔട്ട് ദ ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ് മെൻഷൻ ഇൻ ദ കൊളാഷ്. ഈ കൊളാഷിൽ എന്താണ് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊക്കെയാ? ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് അല്ലേ, പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പിന്നെ ഏതാ വരിക? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലേ. ഇതൊക്കെ കുട്ടികളുടെ അല്ലേ. അതൊക്കെ ടീച്ചർ ആ ക്വസ്റ്റ്യൻസ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൻ്റെ ലിങ്ക് കാണാം. ഇതെന്താണ് ഇനി? പോസ്കോ അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 അല്ലെ, പോസ്കോ ആക്ട് 2012. സോഴ്സ് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കുട്ടികൾക്ക് വേണ്ടി എന്താണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ് അല്ലേ. Then in the 1989 Convention on the Rights of the Child aims to prevent sexual violences against children and to ensure appropriate punishment to the perpetrators. POCSO 2012 Protection of Children from Sexual Offences Act 2012 അതാണ് ഫുൾ ഫോം കേട്ടോ. പോസ്കോന്റെ is an act enacted to implement the rights guaranteed by the Constitution of India incorporating child-friendly measure without gender discrimination. The law considers all under the ages of 18 as child. Have you heard of this law? അപ്പോൾ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഈ ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും
ഈ 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പോക്സോന്റെ ഫുൾ ഫോം ആണ് എന്ത്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ഓക്കെ, ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെ എന്താണ് കുട്ടിയായിട്ടാണ് നാം പരിഗണിക്കുന്നത്. ഓക്കെ, ഹാവ് യു ഹേർഡ് ദിസ് ലോ? നിങ്ങൾ ഈ നിയമത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എവറി ചൈൽഡ് ഹാസ് എ റൈറ്റ് ടു ലിവ് സേഫ്ലി വിതൗട്ട് ഫിയർ ഇൻ ദ സൊസൈറ്റി. എന്താണ്? ഒറ്റ കുട്ടി എന്താണ് പേടിച്ച് ജീവിക്കാൻ പാടില്ല നമ്മളെ സൊസൈറ്റിയിൽ, അല്ലെ? ബഹിരത എന്താണ് അവര് നല്ല സുരക്ഷിതത്തോട് കൂടിയിട്ടും ഭയമില്ലാതെയും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും എന്താണ് അവകാശമുണ്ട്, അല്ലെ? എ ചൈൽഡ് മസ്റ്റ് ബി ഏബിൾ ടു ഐഡന്റിഫൈ ദ അൺകംഫർട്ടബിൾ ആൻഡ് അൺസേഫ് ടച്ചസ്, ലുക്സ്, ആക്ഷൻസ് എക്സെട്ര ഫ്രം ദ എനി പേഴ്സൺ. ദേ ഷുഡ് ബി കേപ്പബിൾ എനഫ് ടു സേ നോ to such acts, able to keep away the complaint to the authorities. The law states that cases of sexual assault are to be reported under section 19 to the special juvenile police unit or the local police officers handling POCSO cases are known as a child welfare police officer, CWPO. എന്താണ്? നമുക്ക് അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസോ യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO എന്നറിയപ്പെടുന്നു. അപ്പൊ പോസ്കോ കൈകാര്യം ചെയ്യുന്ന പോലീസിന് എന്താ പറയാ? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, അല്ലെ? CWPO എന്നറിയപ്പെടുന്നു. ദ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഹാസ് സെറ്റപ്പ് എ monitoring system, POCSO monitoring cell, under section 44 of the POCSO Act. The act ensures severe punishment to anyone who indulges in POCSO offenses. എന്താണ് പറയുന്നത്? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോസ്കോ മോണിറ്ററിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. പോസ്കോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇനി അടുത്തത് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനയുടെ ധർമ്മങ്ങളാണ്, അല്ലെ? അപ്പാർട്ട് ഫ്രം ബീയിങ് ദ സിസ്റ്റം ആൻഡ് സോഴ്സ് ഓഫ് ലോ, വാട്ട് അതർ ഫങ്ഷൻസ് ഡസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പെർഫോം? എന്താണ്? നിയമത്തിന്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കൂ, എസ്റ്റാബ്ലിഷസ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്, പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഡിഫൈൻസ് ആൻഡ് ഡിലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. Ensures that all the administrative systems of the country functions according to the constitution. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. ഡിഫൈൻസ് ദ ബേസിക് വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദ നേഷൻ, രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ദ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്സ് ദാറ്റ് ഡയറക്ട് ദ നേഷൻ, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. പ്രിസർവിംഗ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇത് സംരക്ഷിക്കുന്നു, അല്ലെ? നാനാത്വത്തിൻ ഏകത്വം എന്ന് പറഞ്ഞിട്ടുള്ളത് സംരക്ഷിക്കുന്നു. പിന്നെ ആക്ട് ആസ് സേഫ് ഗാർഡ് അഗേൻസ്റ്റ് ടിറന്നി ആൻഡ് അബ്യൂസ് ഓഫ് പവർ, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു, അല്ലെ? ഇനി ഇവിടെ ഇതാണ് പ്രിപ്പയർ പ്ലക്കാർഡ്സ്, അല്ലെ? പ്ലക്കാർഡ് എഴുതാം. എന്തൊക്കെയാ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻ ഓഫ് സിവിൽ റൈറ്റ്സ്, അല്ലെ? ഭരണഘടന പൗരാവകാശത്തിന്റെ കാവലാൾ, അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം? പ്ലക്കാർഡ്സ് എഴുതാട്ടോ. ദെൻ എന്താണ്? ചേഞ്ച് ആൻഡ് സെറ്റ് റൈറ്റ്. എന്താ ചേഞ്ച് ആൻഡ് സെറ്റ്? മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. ലുക്ക് അറ്റ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴെയുള്ള ചിത്രം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 26 January 1950 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? 1950 January 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്, അല്ലെ? പിന്നെ അമെന്റ്മെന്റ് 1 എന്താണ്? 1951 ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ് ടു 9. എന്താണ്? 1951 പട്ടികകളുടെ എണ്ണം എത്രയായി? 9 ആയി, അല്ലെ? പിന്നെ അമെന്റ്മെന്റ് 44 1978 ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോ ലോങ്ങർ എ ഫണ്ടമെന്റൽ റൈറ്റ്. പിന്നെ അമെന്റ്മെന്റ് 42 1976 സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇന്റഗ്രിറ്റി വെർ ഹെർഡ്. അമെന്റ്മെന്റ് 73 ആൻഡ് 74 എന്താണ്? 1992 പഞ്ചായത്ത്
Raj Municipal Corporation Act, Amendment 86 2002, Education became a fundamental rights, Amendment 101 2016, Goods and Services Tax GST അല്ലേ. പിന്നെ അമെൻമെൻറ്റ് ദ റൈറ്റ് അബൌട്ട് ദ ലേറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ഹിയർ, ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ടീച്ചർ ഇതിലുണ്ട്, അത് നോക്കുക കേട്ടോ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. എന്താണ് വിച്ച് ഐഡിയാസ് വെർ ന്യൂലി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976, 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1976 എവിടെ 76 1976 ഇതാ സോഷ്യലിസം സെക്യുലറിസം ഇൻറ്റഗ്രിറ്റിയാണ് ആഡ് ചെയ്തത്. ഓക്കെ. പിന്നെ ഇൻ വിച്ച് ഇയർ ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കം ഇൻ ടു ഫോഴ്സ്, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ഏതാ വർഷം? 1950 അല്ലേ, 26 January 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് അല്ലേ. അടുത്തത് വാട്ട് വാസ് ദ ഫസ്റ്റ് അമെൻമെന്റ് മെയ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് ഇയർ, എന്താ ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ്, ഏത് വർഷമാണ്? അതൊക്കെ അതിലുണ്ട് കാണുക. ഹൗ ലോങ് ഡിഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമെയിൻ എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ഇന്ത്യ, എന്താണ് ഈ രാജ്യത്ത് എന്താണ് what was the first amendment made in the constitution in which year? 1951. The number of schedules increased to 9 അല്ലേ. അടുത്തെന്താ how long did the right to property remain a fundamental right in India? 28 years അല്ലേ. 1978 the right to property is no longer a fundamental right. Next, is education a fundamental right in India since when? അപ്പോൾ എന്താണ് yes, education was made a fundamental right by the 86th Constitutional Amendment 2002. Next, how many times has the Indian Constitution been amended so far? അപ്പോൾ 106 അല്ലേ 2023 106 ഇതൊരു വരടെ 2023 റിഗാർഡിംഗ് വുമൺസ് റിസർവേഷൻ. ഓക്കെ, അതാണ് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ. Our constitution changes from time to time. Constitutional amendment is the process of making changes in the constitution as per the changing social demands. The constitution itself explains how amendments can be made. According to Article 368, Parliament has the power to amend the constitution, but the basic structure of the constitution should not be amended. എന്താ നമുക്ക് എന്താണ് കാലാനുസൃതമായി എന്താ മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. നമ്മൾ മാറ്റങ്ങൾ വരുത്തുക അല്ലെ. മാറുന്ന സാമൂഹികാവകാശങ്ങൾ പരിഗണിച്ച് എന്താ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് എന്ത് ഈ ഭരണഘടന ഭേദഗതി അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ് എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ആർട്ടിക്കിൾ 368 പ്രകാരം എന്താണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് അല്ലെ. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല അല്ലെ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. ഡു നോട്ട് ഷേക്ക് ദ ഫൗണ്ടേഷൻ, എന്താണ് അടിത്തറ ഇളക്കരുത് അല്ലെ. ഇൻ 1973 the Supreme Court ruled that no change should be made to the basic structure of the constitution. This verdict was made in the case filed by Keshavananda Bharati, the abbot of Kasaragod Ednir Mutt against the state of Kerala. എന്താണ് 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അത് നോക്കൂ. അടുത്ത എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ്. എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് എ ഫണ്ടമെന്റൽ റൈറ്റ് ബൈ ദ 86th Constitutional Amendment in 2002. These provisions were made in the Constitution as Article 21A. The Right to Education Act 2009 was enacted on 4 August 2009 as per this amendment. The Act ensures free and compulsory education to all children between the age of 6 and 14 years. എന്താണ് വിദ്യാഭ്യാസം എന്താണ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെ. അത് 2002 ആണ് 86ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ്. എന്താണ് ഈ 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 2002 ഉണ്ടാക്കിയത്. അത് എന്ത്
ഇവർക്ക് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്നും പറഞ്ഞിട്ട് വന്നത് അല്ലെ. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണിത് വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണെന്ത് ഈ നിയമം. ഓക്കെ, അടുത്തത് എന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താ ചെറു ഭരണഘടന. The terms secularism, socialism and integrity were inserted in the preamble of the Constitution through the 42nd Amendment of 1976. Some other changes were also brought in the Constitution through this amendment. Due to the significant changes brought by this amendment, it was also called the mini constitution. എന്താണ് 1976 42ാം അമെൻമെന്റ് വഴിയാണെന്ത് നമ്മളെ സെക്യുലറിസം, സോഷ്യലിസം, ഇന്റഗ്രിറ്റി ഒക്കെ എന്താണ് വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയുടെ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത എന്താ അവിടെ പറയുന്നത് നോക്കിയാ, when the rules are enforced, എന്താണ് റൂൾസ് അല്ലെ, നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എന്താ ലാൻഡ് റിഫോം ഈസ് യെറ്റ് ടു മെറ്റീരിയലൈസ് ഇൻ ദ കൺട്രി, എന്താ രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാത്ത ഭൂപരിഷ്കരണം. ദ ഡൗറി പ്രൊവിഷൻ ആക്ട് ഈസ് സ്റ്റിൽ നോട്ട് എ റിയാലിറ്റി, സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ. ആൽക്കഹോളിസം കനോട്ട് ബി പ്രിവെന്റഡ് ബൈ ലോ അലോൺ, മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല. ഡിമാൻഡ് ദാറ്റ് ചൈൽഡ് റൈറ്റ് ലോസ് ഷുഡ് ബി സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ്, ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന ആവശ്യം അല്ലെ. വാട്ട് ഹാവ് യു അണ്ടർസ്റ്റുഡ് ബൈ റീഡിംഗ് ദ അബോവ് ഹെഡ്ലൈൻസ്, ഈ മുകളിൽ നൽകിയ വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇറ്റ് ഇൻഡിക്കേറ്റ് ദ വേരിയസ് ചാലഞ്ചസ് വൈൽ ഇംപ്ലിമെന്റിംഗ് ലോസ്, എന്താണ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. വാട്ട് കുഡ് ബി ദ റീസൺ, ഇതിനുള്ള കാരണം എന്തായിരിക്കും? വേരിയഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ, എന്താ ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ. ലെജിസ്ലേഷൻസ് ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി റിഫ്ലക്ട് ദ വിൽ ഓഫ് ദ പീപ്പിൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ. ഇഗ്നറൻസ് ഓഫ് ലോ, നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലെ. വി ആർ എ സൊസൈറ്റി വിത്ത് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ്, ഹൗവർ എവറി വൺ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി ബൗണ്ട് ടു ഒബേ ദ പബ്ലിക് ലോസ്. വെൻ ന്യൂസ് ലോസ് ആർ ഫോർമുലേറ്റഡ്, ക്രിറ്റിസിസം ആൻഡ് struggles against them are likely to arise. It is natural in a democratic society. Such objections should be approached constitutionally and democratically. എന്താ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത് അല്ലെ. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ വഴി എന്തായാലും ബാധ്യസ്ഥരാണ് എല്ലാവരും. എന്താണ് ഇത് പൊതു നിയമങ്ങൾ അനുസരിക്കണം. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അല്ലെ. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരമായുമായാണ് സമീപിക്കേണ്ടത്. In our diverse and heterogeneous society, the values enshrined in the Constitution needs to be imbibed by India's civil society to transform our country into a sovereign, socialist, secular and democratic republic. എന്താണ് പറയുന്നത്? വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിന് എന്താ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയുള്ളൂ അല്ലെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ നന്നായി പഠിക്കുക കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനാണ്, അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ടീച്ചർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുക, അത് കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു.